എനിക്ക് തെലുങ്ക് സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്ന ഒരു സംഗതി, നായർ സാബില് ഞാൻ കുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അതിലത്ത്, വില്ലനാണ്. ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ജോഷേട്ടൻ പറയും നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു സീനിൽ ഗീതയെ ഞാൻ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഗീത ഓടിച്ചിട്ട് ഒരു മഞ്ഞുമലകളാണ്. ആ മഞ്ഞുമലയുടെ അടിവാരത്തിലൂടെ ഈ ഗീത ഓടി വരുന്നു. ഞാൻ നിൽക്കുന്നത് മഞ്ഞുമലയുടെ മേലെയാണ്. ഈ ഗീത അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് ടൈം നോക്കിയിട്ട് അതിൻ്റെ ദൂരമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരണം, നെഞ്ചി വെച്ചിട്ട് ഇത് കൂടെ നിങ്ങൾ സ്കേറ്റ് ചെയ്ത് വരണം. ഈ ഗീത ഇവിടെ നിന്ന് ഓടി വരും. അത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ നീ വന്ന് പിടിക്കണം അവളെ. ഇതാണ് സംഗതി. ഇതാണെങ്കിൽ ദൂരം നമുക്കറിയില്ല എത്രയാണെന്നില്ല. അത് മാത്രമല്ല, ഈ സ്നോവിൻ്റെ അടി കൂടെ വലിയ കുറ്റികളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ല. വലിയ റിസ്ക് ഷോട്ടാണത്. അങ്ങനെ അന്നത്തെ ഒരു ചങ്കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ കയറി അവിടെ നിന്നു. അങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഗീത കൂടി വരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗീത ഇങ്ങനെ വരുന്നു, ഞാനിങ്ങനെ വരുന്നു. ഇങ്ങനെ കറക്റ്റ് സമയത്തിൽ ഇവൾക്ക് എടുപ്പ് പിടിക്കും. ആ ഷോട്ട് ഓക്കെ ആയിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഡെന്നിസ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു, നോക്കി. നന്നായിട്ട് ചെയ്തു, ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നു, വിചാരിച്ചില്ല. നന്നായിട്ടുണ്ട്. ജോഷിയേട്ടനും പറഞ്ഞു, അത് ജോഷിയും പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഡെന്നിസിനോട് പറയായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ നായകന്മാരുടെ ഒരു കുറവുണ്ട്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് തനിക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു സംഗതി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു അപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ഓഫർ, അതായത് അവർ പറയണ്ടേ ലോകത്തിൽ, അതായത് മലയാള സിനിമയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ജോഷിയേട്ടൻ ആൻഡ് ഡെന്നിസ് ജോസഫ്. അവരെന്നോട് പറയാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിൽ ഒരു മോഹം അവർ തന്നു. അത് കഴിഞ്ഞിട്ടാണ് നാടുവാഴികൾ എന്നൊരു സിനിമ ചെയ്തു. അതിൽ ഞാൻ വില്ലനാണ്, മോഹൻലാലിൻ്റെ പടമാണ്. അതിനുശേഷം എനിക്കൊരു 18 മാസം സിനിമകളില്ല, എനിക്ക് സിനിമയില്ല. നായർ സാബിനും ചേക്കുടി ഈ ചെയ്യില്ല. അങ്ങനെ 18ാമത്തെ മാസം. അപ്പം ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന്. ഒരു തെലുങ്ക് പ്രൊഡ്യൂസറുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചിട്ട് പറയാണ്, അതൊരു വലിയൊരു ബാനർ, വിജയലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബാനറിന്റെ കോദണ്ഡരാമ റെഡ്ഡി എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ, നമ്മുടെ ജോഷിയേട്ടന്റെ പോലെയുള്ള വലിയൊരു അവിടുത്തെ ഏറ്റവും ടോപ്പ് ഡയറക്ടർ, ടോപ്പ് ഹീറോ, സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, അതിൽ മെയിൻ വില്ലനായിട്ട് നിങ്ങളെ വേണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഈ തെലുങ്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൻ്റെ ഒരു 4-5 ഇരട്ടി വിപുലമായ രീതിയിലാണ്. അപ്പം ഇങ്ങനെ നിരന്തര സെമി സർക്കിളിൽ കുറേ വൈറ്റ് ഇട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് ആരാണ് കോദണ്ഡരാമ റെഡ്ഡി എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കോടയായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഡയറക്ടർ പാക്കണം വെച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഡയറക്ടർ വന്നു ചോദിക്കട്ടെ. ഞാൻ വന്ന് നിന്നു. സാർ ഇവരുതാണ് ദേവൻ, മലയാളം ആക്ടർ. എന്നെ നോക്കി, ആമാ യെസ് അത് ഇല്ല സാർ, നമ്മ മെയിൻ വില്ലൻ പാണ്ഡു ക്യാരക്ടർ ഇവരുதான். പെട്ടെന്ന് ഈ പാണ്ഡു ക്യാരക്ടർ ഇവരുதான் പண்றதுன்னு കേട്ട ഉടനെ ഡയറക്ടർ എന്നെ ഒന്നും കൂടി നോക്കി, മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ. എന്നിട്ട് ഈ കോ ഡയറക്ടറോട് ചീത്ത പറയണത്. എനിക്ക് തെലുങ്കിന്റെ ഒരു വാക്ക് പോലും അറിയില്ല. അപ്പൊ ഫയർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി, ദേഷ്യപ്പെട്ടുള്ളത്. അപ്പൊ പിന്നെ അകത്തൂടെ ചില വാക്കുകൾ മാത്രം സോഫ്റ്റ് ഫേസ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സോഫ്റ്റ് ഫേസ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു തെലുങ്ക് സിനിമയിൽ നമ്മൾ ഒരു മെയിൻ വില്ലായിട്ട് വെക്കുക, തന്റെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇയാളോട് ചോദിച്ചത്. അവസാനം ഇവര് എന്നെ ഒരു സീൻ എടുക്കാനായിട്ട്, എന്നു വെച്ചാൽ ഇയാള് ഈ കേരളത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് വെറും കൈയോടെ വിടണ്ട, ഒരു സീൻ എടുത്തിട്ട് ടാറ്റ പറഞ്ഞ് വിടാം എന്നുള്ള ഒരു സംഗതി. അങ്ങനെ അവരൊരു സീൻ എടുത്തു. അപ്പോൾ സീനെടുത്ത് വലിയൊരു ഡയലോഗാണ്.
ഒന്നും പറയാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെ വന്നു. ആദ്യത്തെ ടേക്ക് എടുത്തു, ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ടേക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ ടേക്കിലേക്ക് കാറ് പിന്നിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഈ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയലോഗ്. അതെനിക്ക് അപ്പോൾ തോന്നിയത് ഞാൻ കീറിക്കളഞ്ഞു. ഞാൻ വേറൊരു ഇതിലേക്ക്, എൻ്റെ ഒരു ഭാവത്തിലേക്ക്, എൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാണ്. കീറിക്കളഞ്ഞിട്ട് ഞാൻ എറിഞ്ഞു. ഞാൻ ഇറങ്ങുന്നു. ഒരു ട്രോളി ഷോട്ടാണ്. ക്യാമറ വിടാൻ ഞാൻ ഇറങ്ങുന്നു. ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു വരണം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ആ ഡയലോഗ് ആ സമയത്ത് പറയാൻ പറ്റുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞു. భగవంతుడు అందరికీ వాయులు వేలు రుస్తే నాకు 6,000 దిస్తాలు. ఏ 5,000 సంహారాണെങ്കിൽ 1,000 సంహారాണെങ്കിൽ